മെസ്സി കേരളത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് റിപ്പോർട്ടർ ടി വിയുടെ അമരക്കാരനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ, മറുഭാഗത്ത് കേരള സർക്കാരിൻ്റെ കായിക മന്ത്രിയും ഇടപെടുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മെസ്സി വരുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഒന്ന്, ഇതിൽ മെസ്സി വരിക എന്ന് പറഞ്ഞാൽ വരുകയില്ലെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തമാശക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബൂട്ട് റെഡിയാക്കി കെട്ടിയിറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് മെസ്സി വരാത്തത്, പാവം ആൻഡോയെ കുറ്റം പറയേണ്ടതുള്ളതാണ്. പക്ഷേ സീരിയസ്ലി ഈ കാര്യത്തിലേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ മെസ്സി വരിക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ മെസ്സി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മെസ്സി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പർപ്പസ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് ഉണ്ടോ, സ്റ്റേഡിയം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം. അല്ലാതെ മെസ്സി മലപ്പുറത്ത് വന്നിട്ട് സെവൻസ് ഫുട്ബോളിന് കണ്ടത്തിലിറങ്ങി കളിച്ചിട്ട് പോയിക്കോളൂ എന്ന് ആരും വിചാരിച്ച് കളയരുത്. ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ സത്യത്തിൽ കേരളീയർ മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? എന്തായിരിക്കും? താങ്കൾ ചെയ്തിരിക്കുന്നത് മെസ്സി വരണമെന്നാണ്? അല്ല, കേരളീയർ മുഴുവൻ ഏതാണ്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മെസ്സി വരരുത് എന്നാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം മെസ്സി വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻഡോ എന്ത് ചെയ്യാം, കുന്തത്തി കയറ്റി എന്ത് ചെയ്യാം, നിർത്താം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്താഗതി. ഇതാണ് ഒരു മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള എല്ലാ ചാനലുകളും ഇടയിൽ ചിന്താഗതി എന്താണ്. കാരണം എന്താ, ഇത് വന്നാൽ റിപ്പോർട്ടർ ചാനൽ വലിയ തോതിൽ മൈലേജ് ഉണ്ടാക്കും, അതൊരു കാര്യം. രണ്ടാമത്തത്, പൊളിറ്റിക്കലി ഇത് ഇടതുപക്ഷത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും വരരുത് എന്നുള്ളതാണ് മറ്റ് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഇവിടെ കേരളീയർക്കൊരു പൊതുവേ ഒരു സ്വഭാവമുണ്ട്. നമ്മളിപ്പോൾ ശ്രീശാന്ത് എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം ഇന്ത്യൻ ടീമിലേക്ക് കയറി എന്ന് കേൾക്കുന്നതിനേക്കാൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി കേൾക്കുമ്പോൾ മനസ്സിലായി, നമുക്ക് ഭയങ്കര സന്തോഷം എപ്പോഴായിരിക്കുള്ളൂ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് വേണം ഇത് യാഥാർത്ഥ്യത്തെ കാണാൻ. ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് വന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുമായിരിക്കും, എനിക്കത് പ്രശ്നമില്ല. ഇതിന് പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻഡോ അഗസ്റ്റിനും കുഴപ്പമുണ്ട്, സർക്കാരും ഒക്കെ ചെയ്തതിൽ ചില കുഴപ്പങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവർ വരില്ല എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഗവൺമെൻറ് ഈ ആൻഡോ അഗസ്റ്റിനെ എങ്ങനെ തിരഞ്ഞെടുത്തു, സ്പോൺസറാക്കി എന്നൊക്കെയുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേഡിയം അദ്ദേഹം റിനോവേറ്റ് ചെയ്യുന്നു. ആ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 70 കോടി രൂപ ആകും എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ സ്റ്റേഡിയത്തിന് ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള ഒരാളാണ്, ആ സ്റ്റേഡിയത്തിൽ നിരവധി തവണ കളി കാണാൻ പോയിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ ആ സ്റ്റേഡിയത്തിലേക്ക് മെസ്സി വരികയും ഒരു 50,000 ഒരു 60,000 പേരൊക്കെ വന്ന് ഇരിക്കുകയും ചെയ്താൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകാൻ പോവുക. കാരണം ആ സ്റ്റേഡിയം പതുക്കെ എന്ത് ചെയ്യാറുണ്ട്, ഷിവർ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചില ജേർണലിസ്റ്റുകളോട് ക്യാമറമാനോടൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ഇത് വെച്ചിട്ട്, അതായത് ക്യാമറ വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ക്ലോസപ്പ് ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഒരു ജെർക്കിങ് ഉണ്ടാവും, അപ്പം വലിയ ആരവം ഉണ്ടാവും. ഞാനും MI ഷാനവാസ് എന്ന് പറഞ്ഞ മരിച്ചുപോയ അദ്ദേഹവും MP ഒക്കെ കൂടി ഇരുന്ന് ഒരേ VIP ഗാലറിയിൽ നിന്ന് കളി കണ്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളെ അവിടെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. മനസ്സിലായോ? ജോർജിയുടെ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ തൊപ്പിയില്ലാത്ത പോലീസുകാരനെ ഓർമ്മ വരുന്നതെന്നാണ്. കാരണം മുകളിൽ വേൽക്കൂര പണിതിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ നമ്മളിവിടെ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ഇപ്പോഴും ഈ പരിപാടി ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്, ഞങ്ങളാണ് നടത്തുന്നത് പരിപാടി, നിങ്ങളൊരു സ്പോൺസർ മാത്രമാണെങ്കിൽ അതിൻ്റെ നടത്തിപ്പും എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. സർക്കാർ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പാവം അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, അദ്ദേഹം ഒരു പാവത്താനാണ്. പക്ഷേ പ്രത്യേകം അദ്ദേഹത്തിന് കിളി പോയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കിളിപോയ 2 സംഭവങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മലപ്പുറം തിരൂരുള്ള 24 ന്യൂസിൻ്റെ റിപ്പോർട്ടറുണ്ട്. ആ റിപ്പോർട്ടറിലേക്ക് മറ്റേ സമീർ ബിൻ കരീം, ഈ സമീർ ബിൻ കരീം ചെന്നിട്ട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ, നിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ മറ്റേ ഭാഷ പറയണമെന്നാണ്. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ തർക്കിക്കാനില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു അബ്ദുറഹിമാനെ ഒരു ചോദ്യം ചോദിച്ചത് വേറെ വൃത്തികെട്ട ചോദ്യമൊന്നുമല്ല ചോദിച്ചത്, അപ്പോൾ എന്തിനാണ് മറ്റേ ഭാഷ പറയുന്നത്? ഇനി അത് പോട്ടെ, അതിന് ശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തൃശ്ശൂരിലെ റിപ്പോർട്ടർ ചാനൽ ഞാൻ വിളിച്ച് സംസാരിക്കുന്നു സിജോയെ സംസാരിക്കുമ്പോൾ സിജോയെ ശരിക്കും പറഞ്ഞ ഒരു മന്ത്രി ഉന്തിക്കൊണ്ടുപോയി അപ്പുറത്തേക്ക് നിർത്തിയിട്ട് ശരിക്കും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ മറ്റേ കോ സ്പോൺസറോട് പോയി ചോദിക്കട അമ്മ എന്ന് പറഞ്ഞ് നിർത്തിയെന്നാണ്. കോ സ്പോൺസറോട് പോയി ചോദിക്കട മൈ എന്ന് പറഞ്ഞ് നിർത്തിയെന്നാണ്. അപ്പം മൈ വെച്ച് നിർത്തിയതുകൊണ്ട് കുഴപ്പമില്ല,
പക്ഷേ ഈ അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം മൈ കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന്. അതെ, മനസ്സിലായ? ഇനി വേറെ തമാശ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് ആരാ വിചാരിച്ചേക്കണം, മറ്റേ വി ഡി സതീശൻ വരാൻ വൈകിയപ്പോഴത്തേക്ക് കെ സുധാകരൻ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗഹൃദമുള്ള ആളുകൾ തമ്മിൽ വിളിക്കുന്നതാണെന്നൊക്കെയാണ് പിറ്റേ ദിവസം എന്ത് ചെയ്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറയാം, നമുക്ക് കുഴപ്പമില്ല. ഇനി ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നും ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ മന്ത്രിയോട്, തിരുവനന്തപുരം മന്ത്രിയോട്, അദ്ദേഹത്തോട് MLA യോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഈ എങ്ങനെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു എന്നാണ്. ഇനി ആൻഡോ അഗസ്റ്റിൻ പറയണത് എന്താ, ആദ്യത്തെ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, ആ സ്പോൺസർ കഴിഞ്ഞ് ഞാൻ വന്നു എന്നാണ്. ഓക്കെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാം, ഇതിൻ്റെ പിന്നിൽ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ കാര്യം, റിപ്പോർട്ടർ ചാനലിനോടും ആൻഡോ അഗസ്റ്റിനോടൊക്കെ വലിയ പ്രശ്നമുണ്ട്. ആൻഡോ അഗസ്റ്റിൻ്റെ ഭൂതകാലത്തിൽ മരമുറി കേസടക്കം, മറ്റേ എന്താണ് മാംഗോ ഫോൺ കേസടക്കം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ആൻഡോയും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഈ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പൃഥ്വിരാജ് നമ്മുടെ ജനത്തിന് വലിയ ഇഷ്ടമല്ലായിരുന്നു. എന്താ കാര്യം, ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെയാണ്. അതുപോലെ ഞാൻ ഭാവിയിൽ എന്താകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ 4 പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഓണർ ആകുമെന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞു. അന്നേരം ഇവൻ എന്തൊരു മോശക്കാരനാണെന്ന് പറഞ്ഞ് ഭയങ്കര ചീത്തയായിരുന്നു അവനെന്ത് തെറിയുള്ളൂ. നമ്മളിവിടെ അങ്ങനെ സ്വപ്നങ്ങൾ പറയുന്ന ആളുകളൊന്നും ഇഷ്ടമല്ല. ആൻഡോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൻഡോ സ്വപ്നങ്ങൾ പറയുകയും കുറച്ച് ഓവറായി പറയുകയൊക്കെ ചെയ്തൊരാളാണ്. ഞാൻ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് പഠിച്ചത്. ഈ മാംഗോ ഫോൺ വരുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ മാംഗോ ഫോൺ 4G ആയിരിക്കും, ആപ്പിളിനെ കടത്തി വിട്ടു എന്നൊക്കെ എന്ത് ചെയ്തു പറഞ്ഞു. 2 മാംഗോ വെച്ചിട്ട് ആപ്പിളിനെ കടത്തി വിട്ടണമെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ യഥാർത്ഥ ആപ്പിൾ ഫോണിനൊന്നും കടത്തി വിട്ടാൻ കുറച്ച് പണിയുണ്ട്. മനസ്സിലായ? ഇതൊക്കെ ഇങ്ങനെ പല ആളുകൾ, പക്ഷേ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ പലപ്പോഴും ഒരു സ്വപ്നം ആദ്യം കണ്ട് അതിൻ്റെ പുറകെ ഓടുന്നവരാണ്. മനസ്സിലായ? ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ചിലപ്പോൾ ഒരു വലിയ സ്വപ്നം പറയുമ്പോൾ ആളുകൾക്കൊന്നും ഇവൻ തള്ളടയെന്ന് തോന്നും. തള്ളടയല്ല, നമ്മളൊരു സ്വപ്നം പറഞ്ഞിട്ട് ആ സ്വപ്നത്തിൻ്റെ പുറകെയാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓടുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ കേരളീയർ തയ്യാറാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൻഡോ ഒരു ചാനലിലെ സ്ഥാനത്തിരിക്കുമ്പോൾ പ്രതികരിക്കാൻ. പക്ഷെ ആൻഡോ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചും കൂടി ഓവറായി പ്രതികരിക്കും. ഇപ്പം തന്നെ ആൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളിക്കാൻ മെസ്സി വരില്ല, ഈ നവംബറിൽ മെസ്സി വരില്ല, അടുത്ത മാർച്ചിൽ മെസ്സി വന്നേക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന കാര്യം വെച്ചാൽ ആൻഡോ പറഞ്ഞാൽ കറക്റ്റാണ്. ഈ വിൻഡോയിൽ കളിയില്ല, അടുത്ത വിൻഡോയിൽ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഒന്ന് തമാശക്കാണെങ്കിലും കളിയാക്കാൻ തോന്നും. മനസ്സിലായി? വിൻഡോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കളിയാക്കാൻ തോന്നും. പിന്നെ ആൻഡോയുടെ കേസിലൊക്കെ താങ്കൾ അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആൻഡോ ഞാൻ എപ്പോഴും ആൻഡോ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ആൻഡോ വലിയ പണക്കാരനാണ് എന്നാണ് ആൻഡോ സ്വയമേ തന്നെ പ്രഖ്യാപിക്കാറുള്ളത്, അല്ലെങ്കിൽ പറയാറുള്ളത്. കാരണം എൻ്റെ വീട് വലിയ വീടാണ്, ഞാൻ 2013 വെച്ച ലക്ഷറീസ് ആയിട്ടുള്ള വീടാണ്. അതുപോലെ ആൻഡോയുടെ റീലുകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഡിഫൻഡർ വരുന്നു, അതുപോലെ വെൽഫെയർ വരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു പല ഇത് വരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ താന്തോന്നി സിനിമയിലെ ഡയലോഗൊക്കെ എന്ത് ചെയ്യുന്നു അടിക്കുന്നു. ഇതിനൊക്കെ പിന്നിലൊരു വലിയ കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയാം? ഈ പണമൊക്കെ തീർച്ചയായിട്ടും ഇത് ആൻഡോയുടെ തന്നെ മാത്രമല്ല, ആൻഡോ മുമ്പിൽ നിർത്തിയേക്കാണ്. ഈ ഇന്ത്യയിൽ അങ്ങനെ നിരവധി ആളുകളുണ്ട്. അതായത് ഈ കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ആളുകൾക്ക് ആരെങ്കിലും മുമ്പിൽ നിർത്തി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ വേണം. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ലീഗലി അത് ശരിയാണ്. കാരണം ഈ ആൻഡോയുടെ കമ്പനിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? എമറാജ് ഗ്രൂപ്പ് എന്നാണ്. എമറാജ് ഗ്രൂപ്പിൻ്റെ താഴെ എഴുതി വെച്ചേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റേ മലേഷ്യ, GCC, ആഫ്രിക്ക, ഇന്ത്യ എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ അവരുടെ ഓഫീസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഇതിൽ പല ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് കൂടി ആയതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പണം കൊടുത്ത് അവിടെ നിന്ന്, അതായത് ഇവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള കള്ളപ്പണം നമ്മൾ വിദേശ രാജ്യത്ത് എത്തിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് കൃത്യമായി റൂട്ടഡായി, അതായത് വൈറ്റ് മണിയായി തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനും പറ്റും. ഇതൊക്കെ ഞാനിപ്പോൾ ആൻഡോനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. ആൻഡോ മാത്രമല്ല, ഈ നാട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് ആരുടെ പണമാണെന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ തന്നെയുള്ള വലിയ തോതിലുള്ള ഏതാണ്ട് ഒരു 8,000-10,000 കോടി രൂപയുടെ ബിസിനസ് ഒരു സംരംഭത്തിൽ നിന്ന് മാത്രം വരുന്ന, എൻ്റെ കണക്കൂട്ടലിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിൽ നിന്നും ഏതാണ്ട് 20,000 കോടിയോളം വരുന്ന, വളരെ കൃത്യമായി പറഞ്ഞാൽ ഗോകുലം ഗ്രൂപ്പിൻ്റെയൊക്കെ പണമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം അങ്ങനെ വരുന്ന പണം, അപ്പം അവർക്കും സത്യത്തിൽ ഇങ്ങനെ ഒരാളെ എക്സിക്യൂട്ട് ചെയ്യാൻ ഫ്രണ്ടിൽ നിർത്തിയാൽ അവരുടെ കയ്യിൽ റിച്ചാണ്, അവരുടെ കയ്യിൽ പണമുണ്ട് എന്ന് തോന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിനുള്ള പണവും കൂടി അവർ ഇതിൽ നിന്ന് കൊടുക്കും. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ റേഞ്ച് റോവറിലും നിങ്ങൾക്ക് വെൽഫെയറും ഒക്കെ അവരെന്ത് ചെയ്ത് തരും, എടുത്തു തരും. നിങ്ങൾക്ക് വലിയ ചാനൽ തുടങ്ങാം, നിങ്ങൾക്ക് അതിലും എടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി നടത്തട്ടെ എന്നൊക്കെ അവർ വിചാരിക്കും.
കാരണം ഗോകുലം ഗോപാലചന്ദ്രനൊക്കെ ഏതാണ്ട് 50-ലധികം ഇതുപോലെയുള്ള പരിപാടികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാതെ പൂർണ്ണമാവില്ല. അങ്ങനെയുള്ളത് കൊണ്ടിട്ട് നമ്മുടെ ബാക്കിയുള്ള മാധ്യമ മുതലാളിമാരോ, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, മുതലാളിമാരോ പത്രം നടത്തുന്നവരോ ബാക്കിയുള്ളവർക്കൊന്നും ഇങ്ങനെ ഇല്ലെന്നും വിചാരിച്ചുള്ളായിരുന്നു. മനസ്സിലായേ? പണ്ട് മുതലേ വലിയ ചരിത്രമുള്ള പത്രങ്ങൾക്ക് പോലും ഈ പറയുന്ന പോലെ പല ബ്ലേഡ് കമ്പനികളും പല പരിപാടികളും തകർന്നവരെന്ത് ചെയ്തിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരൊന്നും അപമാനിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചിലരോടും എന്നോട് വളരെ സ്നേഹഭസരണമായി സംസാരിക്കുന്ന ആളുകളാണ് ചില ആളുകളൊക്കെ. താങ്കൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള വലിയ ആളുകൾ എന്നോട് വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തോടെ എൻ്റെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ കുറ്റമൊന്നും പെടുത്തില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ ക്ലീൻ അല്ലാത്തൊരു കാര്യം ആൻഡോ മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ തെറ്റാണ്. പക്ഷെ ആൻഡോയുടെ കയ്യിലുള്ളത് ഇതാണ്. അല്ലാതെ പിന്നെ ആൻഡോ പറയുമ്പോഴും കുറച്ച് ഓവറായിട്ടൊക്കെ ആളുകൾക്ക് തോന്നും. അത് ഈ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതെ, ഈ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട്, ഗംഭീര ഡയലോഗാണത്. ഭാനുപ്രിയ എന്ന് പറഞ്ഞ നടിയോട് പറയുന്നുണ്ട്, സഹായിക്കാതെ ഞാൻ വിടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ സഹായിക്കാതെ ഞാൻ വിടില്ല. ആൻഡോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ അതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതായത് 70 കോടി രൂപ സ്റ്റേഡിയം എന്ത് ചെയ്യും, ഉണ്ടാക്കും. സ്റ്റേഡിയം ഇന്റർനാഷണൽ ലെവലിലാക്കാനായിട്ട് ഞാൻ 70 കോടി രൂപ അങ്ങനെ മുടക്കും. എന്നിട്ട് 70 കോടി രൂപ അങ്ങനെ പൊക്കോട്ടെ, എനിക്കൊന്നും വേണ്ട, ഫുട്ബോൾ ഇവിടെ നന്നായാൽ മതി. അതെ, ഫുട്ബോൾ നന്നായാൽ മതി. ഈ ഫുട്ബോള് ഒരു തമാശ കൂടി പറയാം താങ്കളോട്. ഈ ഒഡീഷയിൽ നവീൻ പട്നായിക് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ 2 വീഡിയോകൾ ഗംഭീരമായിട്ട് ചെയ്തതാണ്. അവിടെയുള്ള ആദിവാസി കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ആലോചിച്ചുകൊണ്ട് അവരൊരു പ്രൊജക്റ്റ് നിർമ്മിക്കുകയും ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അങ്ങോട്ട് 1500 കൊടുത്തുകൊണ്ട് സ്കൂളുകൾ വരാൻ നിർബന്ധിക്കുകയും അങ്ങനെ സ്കൂളിലേക്ക് വന്നിട്ടുള്ള കുട്ടികളെ ഒരു ഹോക്കിയിലേക്ക് കളിയിലേക്ക് അവരെ താല്പര്യം ജനിപ്പിക്കുകയും അങ്ങനെ അവർ ആ സ്കൂളിംഗ് കണ്ടിന്യൂ ചെയ്യിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യയുടെ ഹോക്കി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ നഗരമാണ്, ഭുവനേശ്വരാണ്. മനസ്സിലായി? കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യൻ ഹോക്കി ടീമിലുള്ളതിൽ 40 പേരിൽ 6 പേരും അവിടുത്തെ ട്രൈബൽ വില്ലേജിൽ നിന്നുള്ള പിള്ളേരാണ്. മനസ്സിലായി? ഇതുപോലൊരു ഗ്രാൻഡ് പ്ലാനൊന്നും ഇല്ലാതെ മെസ്സി വന്നങ്ങാട് ഇവരെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് പോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പ്രയോജനം ഉണ്ടാവും അതിൽ നിന്ന് ഇതിൻ്റെ കളിയും ഓസ്ട്രേലിയയിലെ കളിയും അതുപോലെ ടിക്കറ്റ് വിൽപ്പനയൊന്നുമല്ല. അതിനേക്കാൾ വലിയ തോതിലുള്ള സ്പോൺസർഷിപ്പുകൾ എന്ത് ചെയ്യുക, സബ്ലെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അതെ, കളി ഉണ്ടാക്കാം. മനസ്സിലായ? ഇപ്പം നമ്മൾ വേറൊരു തമാശ ഞങ്ങളുടെ ഒരു കോർപ്പറേഷനിൽ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 3 കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷനിൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കോർപ്പറേഷനിൽ ഒരു വാടക സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോസ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ ക്ലോസ് അറിയോ? സബ്ലെറ്റ് ചെയ്യാൻ പാടുള്ള നല്ല ക്ലോസ് അങ്ങ് ഒഴിവാക്കി. അതായത് നിങ്ങളറിയേണ്ടത്, നിങ്ങളൊരു കേരളത്തിലെ 3 വലിയ കോർപ്പറേഷനുകളിൽ ഒന്നിൽ, ഓക്കെ, മലബാറിലുള്ള കോർപ്പറേഷനാണ്, അത്ര പറഞ്ഞ കാര്യം മനസ്സിലാവില്ല. ആ കോർപ്പറേഷനുകളിൽ ഒന്നിൽ നിങ്ങളറിയേണ്ടത് വലിയ അവിടെ ഞാൻ എനിക്കിത് വാടകയ്ക്ക് എടുക്കാം, വാടകയ്ക്ക് എടുത്തിട്ട് എനിക്കിത് മറിച്ചു കൊടുക്കാം. അതായത് എനിക്ക് 25,000 രൂപ വാടകയ്ക്ക് എടുക്കാം, ഞാനിത് 2.5 ലക്ഷം രൂപയ്ക്ക് മറിച്ച് കൊടുക്കാം. വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോഫി ഷോപ്പുകളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതുപോലെയുള്ള പല ലുക്രേറ്റീവ് ആയിട്ടുള്ള ഓഫറുകൾ ഇതിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മുഖ്യമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? മുഖ്യമായിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇതുവഴി വൈറ്റ് മണി വെളുപ്പിക്കാം, കള്ളപ്പണം കൃത്യമായി വെളുപ്പിക്കാൻ കഴിയും. കള്ളപ്പണം വ്യക്തമായി വെളുപ്പിക്കാൻ കഴിയാതെ സ്വന്തം വേർപ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കാശ് 70 കോടി രൂപ പൊക്കോട്ടെ എന്നൊന്നും ആരും പറയില്ല. മനസ്സിലായോ? പിന്നെ ആൻഡോ പറയുന്ന അടുത്ത കേസ് എന്ന് വെച്ചാൽ, ആൻഡോ വയനാട്ടിൽ മറ്റേ 100-150 ഏക്കർ സ്ഥലം കൊടുത്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൻഡോ ഒന്നുകൂടി ശ്രദ്ധിച്ച് പറയണം. കാരണം ആൻഡോ സ്പോട്ട് ലൈറ്റിലാണ്. അതെ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടാ. ഇനി ആൻഡോ വളരെ ക്ലീൻ ആണെന്ന് വിചാരിക്കും, ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ജനത്തിന് അത്ര ഇഷ്ടപ്പെടില്ല. മനസ്സിലായ? നാളെ ഇപ്പം ഞാൻ ചെന്നിട്ട് പറയാം എൻ്റെ ഈ കാശുണ്ട്, ഞാൻ സ്റ്റേഡിയം നന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇവൻ എന്തെങ്കിലും അടിച്ചു മാറ്റാനായിരിക്കും എന്ന് എന്ത് വിചാരിക്കും. കാരണം നമ്മൾ വളരെ സംശയാസ്പദമായ ആളുകളെ കാണുന്ന കാര്യങ്ങളാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു സമൂഹമാണ്. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അത് കൂടുതലാണ്. നമ്മൾ ഒരിക്കലും വളരെ നമ്മുടെ സഹോദരൻ നന്നാവുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളൊന്നുമല്ല. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ കസിൻസിൽ 5 പേരുണ്ട്, അതിലൊരു പയ്യൻ മാത്രം പഠിച്ച് അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ പെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരൊരു പരിധി വിട്ടുപോയത് കൊണ്ട് എന്ത് ചെയ്യും, ഇഷ്ടം തോന്നും. പക്ഷെ അതെന്ത് ചെയ്യും. അതാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയൊരു പദ്ധതിക്ക് തുടക്കമിടാനുള്ള ആൻഡോ അഗസ്റ്റിൻ്റെ ആസ്തി എന്താണ്?
അല്ല, അതാണ് ഒരു വലിയ സംശയമായിട്ടുള്ളത്. കാരണം ഏതാണ്ട് ഒരു 2.25 കോടി രൂപ 2.5 കോടി രൂപയോളം ബാങ്കിൽ അടക്കാനുണ്ട്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ആൻഡോയെ ഒരു തവണ മാംഗോ ഫോണിൻ്റെ കാര്യത്തിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കഥയാണ്, ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മുട്ടിൽ മരമുറി പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ആൻഡോയ്ക്ക് ഇത്തരത്തിലുള്ള പണം എങ്ങനെ ഉണ്ടായി, ആസ്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ വാസ്തവം. ഇത് ആൻഡോയുടെ പണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. എമറാജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഇവരുടെ കയ്യിലുള്ളത്. ഓക്കെ, ആ എമറാജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, RBC എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ തന്നെ യഥാർത്ഥത്തിൽ ആൻഡോ അല്ല. പകരം ആൻഡോയുടെ ഭാര്യാപിതാവോ അവരുടെ ബന്ധുക്കളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മാനേജിങ് എഡിറ്റർ ആൻഡോ ആണെന്നാണ് ആൻഡോ പുറമേ പറയുന്നത്. പക്ഷേ ലീഗലി അങ്ങനെ ആകാൻ കഴിയില്ല. കാരണം ചില കമ്പനികളിലിരുന്ന് കൃത്യമായി കണക്കൊക്കെ കൊടുത്തില്ലെങ്കിൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ഈ ആൻഡോ ആകുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, ഇത് ഇപ്പോഴും റിപ്പോർട്ടർ ചാനലിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ഇപ്പോഴും മറ്റേ നികേഷ് ഷേവ് ഇതിൻ്റെയൊക്കെ പേരിലാണ്. പിന്നെ ഇതിനകത്തൊക്കെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആധാരമോ ഒരു വസ്തുവകളോ ഒക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 6%, 8% നികുതിയൊക്കെ അടക്കണം. പക്ഷേ ഒരു കമ്പനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട. അതുകൊണ്ട് പല ലൂപ്പ് ഹോൾസും ഇതിനകത്തൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന്. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഞാൻ നേരത്തെ നാരദ ന്യൂസ് എന്ന് പറയുന്ന മാത്യു സമോലിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഞാൻ അതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബൈജൂസ് ആപ്പ് എങ്ങനെയാണ് തകർന്നത് എന്നുള്ളതിന്. ആ തകർന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഖത്തറിൽ നടന്ന ലോകകപ്പ് ഉണ്ടല്ലോ, ഇതുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാം. ഖത്തറിൽ നടന്ന ലോകകപ്പിൽ യഥാർത്ഥത്തിൽ സ്പോൺസേഴ്സ് 3 പേരായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയും? ഒന്ന് ബൈജൂസ് ആപ്പ്, ഒന്ന് ഖത്തർ എയർവേസ്, ഒന്ന് കിയ. ശ്രദ്ധിച്ചേക്കണം, ഒന്ന് കിയ, ഒന്ന് ഖത്തർ എയർവേസ്, ഒന്ന് ബൈജൂസ് ആപ്പ്. ഇതിൽ ബൈജൂസ് ആപ്പ് ഒരിക്കലും ആ പരിപാടി സ്പോൺസർ ചെയ്യേണ്ടതല്ല. കാരണം ഒന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. കിയയുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 4 ലക്ഷം കോടിയാണ്. കിയ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ. ഖത്തർ എയർവേസിൻ്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്ന ആ സമയത്ത് എൻ്റെ ഓർമ്മയിലെടുത്ത് വന്നാൽ 1 ലക്ഷം കോടിയാണ്. അതേസമയം 2268 കോടിയാണ് ആരുടെ ടേൺ ഓവർ? ബൈജൂസ് ആപ്പിൻ്റെ ടേൺ ഓവർ. 2268 കോടി വന്നാൽ ഒരു 10% പോട്ടെ, 20% അല്ലെങ്കിൽ 30% അല്ല, ഏറ്റവും കൂടുതൽ 30% ഒരു ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര രൂപ ഉണ്ടാവും? ഒരു 100-500 കോടിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെടുത്തുകൊണ്ടിട്ട് ഈ പറയുന്ന ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. പകരം ഇൻവെസ്റ്റ്മെൻ്റായി വന്ന പണം എടുത്തുകൊണ്ടാണ് ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു തമാശ കൂടി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബൈജൂസ് ആപ്പിൻ്റെ സോഷ്യൽ മീഡിയ ബ്രാൻഡ് അംബാസിഡറായി വെച്ചത് ലയണൽ ആന്ത്രിയാസ് മെസ്സിനെയാണ്. ഓക്കെ, അതൊരു കോയിൻസിഡൻസ് ഉണ്ട് ഇവിടെ. അതിനുശേഷമാണ് ബൈജൂസ് ആപ്പ് എന്ത് ചെയ്തു പോയത്, തകർന്ന് തരിപ്പടം പോയത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇതേപോലെ കയ്യിൽ ഒതുക്കാത്ത പല കാര്യങ്ങളും ഇവരെന്ത് ചെയ്യും. ആ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഭാഗമായി ഒരു വലിയ പൊലിമ ഉണ്ടാക്കുന്നതിനും പ്ലസ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആളുകളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ആസ്തി നമ്മുടെ ഈ പറയുന്ന ഇവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ, അവരുടെ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് മലേഷ്യയിലും GCCയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒക്കെ ബിസിനസ് എന്തെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര് എമരാജ് ഗ്രൂപ്പാണ്. അതിൽ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നറിയാം? ഒരു പ്രൊഡക്റ്റ് കൊച്ചമ്മണി ഫുഡ് പ്രൊഡക്ട്സ് ആണ്. എന്താണത്? മസാലയൊക്കെ വിറ്റിട്ടുള്ള ഇന്ന് ഇത്ര വലിയ കാശൊക്കെ കിട്ടുമോ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. ഞാൻ അത്തരത്തിൽ കുറച്ചൊന്നും കാണുന്നില്ല കേട്ടോ. മസാലയൊക്കെ വിറ്റ് വലിയ കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ മസാല ജയറാം എന്ന് പറഞ്ഞ കർണാടകയിൽ ഒരു MLA ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആൾ. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ, നിറപറ അടക്കം നിരവധി വലിയ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്രയൊന്നും ഇല്ല. കൊച്ചമ്പണി ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവർ ടേക്ക് ഓവർ ചെയ്താണ്. അത് തന്നെ 2016 എടുത്തതാണ്. പിന്നെ അടുത്തൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ട്രെൻഡി റോയ് അപ്പാരൽ കമ്പനി എന്നാണ്. ഞാൻ ഇന്ന് ഈ 2 കമ്പനികളിലൊന്ന് വെറുതെ വിളിച്ചു നോക്കിയിരുന്നത് എന്താണെന്നറിയാം. അപ്പോൾ ട്രെൻഡി റോയ് അപ്പാരൽ കമ്പനിയിൽ അവരെന്നോട് എറണാകുളത്ത് ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് വിസിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തില്ല, നമ്പർ ഇട്ടതില്ല. ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ തിരുപ്പൂരാണ്. ഓക്കെ, പിന്നെ ഉള്ളത് മറ്റേ ബ്ലാക്ക് കോഫി എന്തോ പറഞ്ഞിട്ടൊരു കാപ്പിപ്പൊടി എന്തോ പരിപാടി വിൽക്കുന്ന കാര്യമാണുള്ളത്. പിന്നെ ഈ ട്രെൻഡി റോയിൽ 499 രൂപ, 399 രൂപ, അങ്ങനെ 500 പല ലെവലിലുള്ള ഡ്രസ്സൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ യമരാജ് റിയൽ എസ്റ്റേറ്റ് ആണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമല്ല. ഞാൻ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടപ്പോൾ അജിംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചേക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടി അന്വേഷിച്ചത്, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ ഹോൾഡെയിൻ പോലെയുള്ള ഗോകുലം ചേട്ടൻ്റെ ഹോട്ടൽസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഇവരുമായി ക്ലബ് ചെയ്ത് നടത്തുന്നു. അതായത് ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് ഇവർ അതിനകത്ത് കൊടുത്തേക്കണത്.
ഇതിൽ നിന്നൊന്നും തന്നെ വലിയ തോതിലുള്ള എന്തെങ്കിലും റവന്യൂ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ലീഗലി തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്താണ് ഒരു പരിപാടി തുടങ്ങിയേക്കണമെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് പണം വരുമ്പോഴത്തേക്കും അതിന് ചില വൈറ്റ് മണി ആക്കാനുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ആൻഡ്രോയുടെ പുറത്ത് മാത്രം നമ്മൾ കുതിരയറിണയിൽ കാര്യമില്ല. പക്ഷേങ്കിലും അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ കൂടുതൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് മാത്രം. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഈ ബൈജൂസ് ആപ്പ് ഇതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ചു, ലോകത്ത് കിയ അതുപോലെ തന്നെ ഖത്തർ എയർവേസും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു പണിയാണ് ബൈജൂസ് ആപ്പ് ഏറ്റെടുത്തത്. കാരണം ബൈജൂസ് ആപ്പിന് ഇത് ഏറ്റെടുക്കുക എന്താണെന്നറിയോ, ബൈജൂസ് ആപ്പിൻ്റെ കയ്യിൽ പക്ഷേ പണമുണ്ട്. കാരണം എന്താ വെച്ചാൽ 16ഓളം വരുന്ന അന്നത്തെ കനേഡിയൻ പെൻഷൻ ഫണ്ട് മുതൽ മറ്റേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മുതലുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കോടിക്കണക്കിൻ്റെ പണമുണ്ട്. അപ്പോൾ ഓരോ തവണയും ബൈജു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുകയാണ്. അല്ലാതെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് അതിൽ നിന്നുള്ള ലാഭമല്ല എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പല തന്ത്രങ്ങളും നമ്മൾ ഈ പുതിയ കാലത്തുള്ള ബിസിനസ്സിൽ അത്തരത്തിലുള്ള പല തന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലായി? അങ്ങനെയൊക്കെ ചെയ്യുന്ന നിരവധി ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഇറങ്ങേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ആൻഡോ മാത്രമാണ് മോശം, ആൻഡോ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ലെവലിലൊന്നും ഉണ്ടാവട്ടെ. പക്ഷേ ആൻഡോ വലിയ പുലിവാല് പിടിക്കും. കാരണം ആൻഡോ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, കാരണം ആൻഡോ വന്ന് വളരെ ആർജവത്തോടു കൂടി, വളരെ വെഹമൻലി, വളരെ ഈ പറയുന്ന പോലെ അത്യുത്സാഹത്തോടുകൂടി ആളുകളോട് കാര്യം പറഞ്ഞാൽ ആളുകൾ ഇനിയും എന്ത് ചെയ്യും, പണം കൊടുക്കും. ഇനിയും ആളുകൾ പ്രശ്നമുണ്ടാക്കും. ബാക്കിയുള്ളവർക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം 8ാമത്തെ ചാനലിൽ നിർണയിച്ചതാണ് ഒറ്റടിക്കത് 2ാമതും 1ാമതും ഒക്കെ എത്തി. മനസ്സിലായോ? പിന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യമാണ് ഇഷ്ടം. അതെന്താണെന്നറിയാമോ? എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ പറയണം എങ്ങനെയുണ്ട്, സുഖമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആകെ കഷ്ടപ്പാടിലാണ്, കഞ്ഞിയെ കുടിച്ച് പോണേന്ന് പറയണം. സന്തോഷമാണ്. നമ്മളിവിടെയുള്ള വലിയ ബിസിനസ്സുകാരോ വലിയ കാശുകാരോ ഒക്കെ താങ്കൾ ചോദിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ വലിയ ബുദ്ധിമുട്ടിലാണ് ഇതായിട്ട് പോകണമെന്ന് പറയും. അല്ലാതെ വളരെ ആർജവത്തോടി ഞാൻ എന്ത് ചെയ്യും, ഞാനിതൊക്കെ പോകുമെന്ന് പറയുന്ന ആളുകളെ ഇഷ്ടമല്ല. പിന്നെ ആൻഡോയ്ക്ക് ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തലവേദന ആയിരിക്കും ആൻഡോ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം മാർച്ചിലെ വിൻഡോയിൽ വരുമെന്ന് പറഞ്ഞാൽ മാർച്ചിലേക്ക് ഒരുപക്ഷെ ഞാനിത് വേറൊരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് കൂടി പറയാം താങ്കളോട്. ഈ വിവാദങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടായിക്കോട്ടെ എന്ന് മനഃപൂർവ്വം വേണമെങ്കിൽ വിചാരിക്കാം. എന്തുകൊണ്ടാണ് വരില്ല എന്ന് കേൾക്കാനേ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇത് വരില്ല എന്ന് കേട്ട് പീക്കിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യുക, വരുത്താം. അപ്പം എന്ത് ചെയ്യും, അത് പോസിറ്റീവ് ആയിരിക്കും, വലിയ ഗുണമായിരിക്കും. മനസ്സിലായ? അപ്പം അത് എനിക്ക് തോന്നണത് ഇനി അബ്ദുറഹ്മാനെ പോലെ ആൾ സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ഒരാളാണ്. പുള്ളി പോലും ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നണത് സ്പോൺസറോട് ചോദിക്കണമ എന്ന് പറയുന്നത് മിക്കവാറും പിടിവിട്ടിട്ടായിരിക്കുള്ളൂ. പക്ഷേ വിട്ടിട്ടാണെങ്കിൽ പോലും ഞാൻ പറയണപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള വലിയ ഗ്രാൻഡ് ഡിസൈൻ ചെയ്തേക്കുന്ന ആളുകളുണ്ട്. അവരാണ് 70 കോടി രൂപ പുല്ല് പോലെ കൊടുക്കാൻ പറ്റുന്നവർ. അതെ, 70 കോടി രൂപ സ്റ്റേഡിയം ക്ലീൻ ചെയ്ത് പോട്ടെ 150 കോടി പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുന്നവർ. ഇത് പോട്ടെ എന്ന് വിചാരിച്ചാൽ മിനിമം 1500 കോടി വരുവാനുള്ളവരല്ലേ 150 കോടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്. മനസ്സിലായി? അവരിതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഡിസൈൻ ചെയ്തൊരു പ്ലാനാണോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. പിന്നെ ഇവരൊന്നും ഈ അബ്ദുറഹ്മാനും അതുപോലെ ആൻഡോയും പോലും നല്ല നടന്മാരല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇവരെ എന്ത് ചെയ്തോട്ടെ, ടെൻഷൻ അടിച്ച് കളിച്ചോട്ടെ എന്ന് എന്ത് ചെയ്യും വിചാരിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൻഡോയെ നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാവുന്നത് 130 കോടി രൂപ അടച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഞങ്ങളിവിടെ കളിക്കാൻ വരുമെന്ന് എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പിന്നെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, എന്ത് പണിക്ക് കേരളത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. പകരം കല്ലേറുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്താൽ അവൻ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ പറയും അവൻ നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയും. മനസ്സിലായി? നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടി ബെഞ്ചിൽ കിടന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇവലെ പണിയുണ്ട്, ഇവലെ പണിക്ക് പോയിക്കൂടാന്ന് ചോദിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറയും ഞാനന്ന് മറ്റേ കണ്ടുണ്ടായത് എന്ത് ചെയ്യും പറയും. അപ്പോൾ അതുപോലെയാണ് കാര്യം. എന്ന് പറഞ്ഞാൽ എനിക്ക് ആൻഡോയോട് സ്നേഹവും ഇല്ല, എനിക്കൊരു വിപ്രതിപത്തി ഇല്ല. എല്ലാവരും കല്ലെറിയുമ്പോൾ കൂടെ കല്ലെറിയാനും ഞാനില്ല. ഞാൻ തമാശക്കൊരു പോസ്റ്റ് ഇട്ടിരുന്നു നേരത്തെ ഫേസ്ബുക്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബൂട്ട് കെട്ടിയതുകൊണ്ടാണ് മെസ്സി വിൻഡോ വഴി ചാടി കണ്ട വഴി ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു ഓക്കെ ഞാൻ ആൻഡോയെ കളിയാക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്, തമാശക്ക് കളിയാക്കിയത് തെറ്റൊന്നുമില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ഒരാളിടുന്ന എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കരുത്, കാണാതിരിക്കരുത്. പക്ഷേ ആ എഫേർട്ടിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ സ്റ്റേഡിയം പണിയാൻ ഇപ്പോഴും ഗവൺമെൻറ് ചെയ്തേക്കണേ വലിയ തെറ്റുണ്ട്. കാരണം ഗവൺമെൻറ് കരാർ കൊടുത്തിട്ടില്ല.
അതെ. ഗവൺമെന്റ് കരാർ കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ചന്ദ്രപിള്ള പറയുന്നത് അദ്ദേഹത്തിനോട് മന്ത്രി ലെറ്റർ അയച്ചു, അതുകൊണ്ട് മാത്രം കൊടുത്തു എന്നാണ്. സ്റ്റേഡിയം ആകെ തകർന്ന് കിടക്കുന്നുണ്ട്, ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല. മനസ്സിലായി. പിന്നെ നമ്മളിവിടെ നേരെ തിരിച്ചുമൊക്കെ സംഭവിക്കട്ടെ. ഇപ്പോൾ കെറ്റക്സ് ആകുമ്പോൾ ആ റോഡ് നന്നാക്കാൻ വേണ്ടി PWD റോഡ് വിട്ടുകൊടുക്കാന്ന് വെച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വിട്ടുകൊടുക്കണ്ടായില്ല. ജയസൂര്യ എന്ന് പറയുന്ന നടൻ വന്ന് റോഡ് പൊട്ടിക്കിടക്കണുണ്ട്, ഒരു റോഡ് കല്ലിറക്കിയപ്പോഴത്തേക്ക് നമ്മൾ അവനെതിരെ കേസെടുത്ത്. അപ്പം ആ നാടുവാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ തലവേദനയായിരിക്കും. പിന്നെ എത്ര കാലം ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല താങ്കളോട്. പക്ഷേ സത്യം കഴിയുന്നിടത്തോളം കാലം നമ്മൾ പറയുന്നത് നമ്മുടെ ബോധ്യത്തിൽ നിന്നുള്ള സത്യം ആയിരിക്കും.